നമസ്കാരം, ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. വളരെ കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് മെസ്സേജിലൂടെയും മറ്റും ചോദിച്ചൊരു സംശയമാണ്, എന്താണ് നാർസിസവും പാത്തോളജിക്കൽ നാർസിസവും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ പല നാർസിസ്റ്റുകളായിട്ട് ഇടപഴകുന്നുണ്ടായിരിക്കും. നമുക്ക് നാർസിസിൻ്റെ സിംറ്റംസിനെ കുറിച്ചുള്ള ചെറിയ ഐഡിയ എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്താണ് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് മുതലായവയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഇടപഴകുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വളരെ ക്ലേശങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചതിന് ശേഷമായിരിക്കും നമുക്കൊരു പക്ഷേ ഇദ്ദേഹത്തിന് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, നാർസിസ്റ്റിക് ടെൻഡൻസികളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. തുടക്കത്തിൽ പല നാർസിസ്റ്റുകളും നിങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ലവ് ബോംബിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹം പ്രകടിപ്പിച്ചിട്ട് വളരെ കെയറിങ് കാണിച്ചിട്ട് നിങ്ങളെ അവരുടെ ടീമിൽ അല്ലെങ്കിൽ അവരെ വലയിൽ വീഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. ആ സമയത്തിൽ പലപ്പോഴും നമുക്കൊരു നാർസിസ്റ്റിൻ്റെ ആ ട്രൂ നേച്ചർ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ കുറച്ചങ്ങ് മുന്നോട്ട് പോയതിന് ശേഷം നമ്മളുടെ പേഴ്സണാലിറ്റിയും നമ്മളുടെ വൾണറബിലിറ്റീസും മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവരുടെ അടുത്ത് അറ്റാച്ച് ചെയ്തു, നമ്മളുടെ അവരുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും പലപ്പോഴും പല നാർസിസ്റ്റുകളും അവരുടെ നാർസിസ്റ്റിക് ട്രൂ കളർ പുറത്തേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ നാർസിസം എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലും ചെറിയ അളവിൽ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു പരിധിവരെ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസേർട്ടീവ് ആവാനായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും നല്ല രീതിയിൽ സെൽഫ് എസ്റ്റീമോട് കൂടിയിട്ടും മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറാനും നമ്മളുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും നമ്മളെ സഹായിക്കുന്നതാണ്. പക്ഷേ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ്, നാർസിസ്റ്റിക് ടെൻഡൻസികൾ ഒരു അളവിനേക്കാൾ കൂടുതൽ വളരെ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് രോഗകാരിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് നമുക്കൊരു കണ്ടിന്യൂമായിട്ട് കണക്കാക്കാം. അതായത് ഇവിടെ നാർസിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥ, ഇവിടെ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെയധികമുള്ളൊരവസ്ഥ. സോ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെയധികം കൂടുതലാവുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നാർസിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ മിഡിൽ സ്റ്റേജിനേക്കാളും തൊട്ട് മുന്നിലായിരിക്കും. അതായത് മിഡിൽ സ്റ്റേജ് എത്തുന്നതിനേക്കാളും തൊട്ട് മുന്നിലായിരിക്കും നമ്മളുടെ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുക. പലരുടെയും, എല്ലാവരെയും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. വളരെയധികം എംപതിയും അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസും മറ്റും ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നവരുടെ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെ കുറവായിരിക്കും. അതേ സമയത്ത് നല്ല കോൺഫിഡൻസും മറ്റുള്ളവരെയൊക്കെ ഈ മിഡിൽ ലെവലിനോട് അടുത്തായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് വളരെ ഗ്രാൻഡിയോസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ സംഭവം എന്നുള്ള ഭാവം, അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ ഞാൻ എൻടൈറ്റിൽഡ് ആണ്, എല്ലാം എനിക്ക് അർഹതപ്പെട്ടതാണ്, മറ്റുള്ളവരൊക്കെ എൻ്റെ സേവകന്മാരാണ്, ഞാൻ മാത്രം ശരി എന്നൊക്കെയുള്ള ചിന്താഗതി എത്തുന്ന സമയത്ത് അത് നാർസിസ്റ്റിക് ഏറ്റവും കൂടുതൽ ലെവലിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ആൾക്കാർക്ക് പൊതുവെയുള്ള സംശയമാണ്, എന്നാൽ ഈ നാർസിസവും പാത്തോളജിക്കൽ നാർസിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാത്തോളജിക്കൽ നാർസിസം എന്ന് പറയുകയാണെങ്കിൽ അതാണ് നമ്മളുടെ രോഗാവസ്ഥയായിട്ടുള്ള നാർസിസ്റ്റിക് ട്രേറ്റ് ഉള്ള ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് 10th എഡിഷൻ എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ICD-11 വേർഷൻ അനുസരിച്ചിട്ട് എല്ലാ വ്യക്തിത്വ വൈകല്യങ്ങൾക്കും ഒരു പേരാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ വൈകല്യങ്ങളുടെ തീവ്രത അനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ്, സെവിയർ എന്ന ലെവലിലാണ് അത് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ DSM-5 ഇപ്പോഴും നമുക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്, അത് USA ഉപയോഗിക്കുന്ന ഒരു മെൻ്റൽ ഹെൽത്തിലെ പ്രശ്നങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാനുവലാണ്. അതിലിപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് കാണാൻ സാധിക്കും. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഈ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ്, നാർസിസ്റ്റിക് ടെൻഡൻസികൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അവസ്ഥയാണ്. അത്തരത്തിലുള്ള ആൾക്കാർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരെന്ന് പറയാൻ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലൊരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1% അടുത്ത് വരും. അതായത് 100 ആൾക്കാരെ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന അവസ്ഥയുണ്ട്. അതേ സമയത്ത് നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ കാണുന്ന പല ആൾക്കാരിലുണ്ട്. അത് വളരെ കൂടിയ അവസ്ഥയിലുണ്ട്, അതുപോലെ തന്നെ കുറഞ്ഞ അവസ്ഥയിലുണ്ട്. പക്ഷേ കൂടിയ അവസ്ഥയിൽ ഒരാളുള്ളത് കാണുകയാണെങ്കിൽ അത് വളരെ അപകടകാരിയായിട്ടുള്ള കാര്യമാണ്. ആർക്ക്? അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരുടെ അസ്തിത്വത്തിനും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും മറ്റുമൊക്കെയും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് വളരെയധികം കൂടുതലാവാമെന്ന് പറയാൻ കഴിഞ്ഞാൽ. ഇനി ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള പ്രധാന ആവശ്യകത എന്ന് പറയാൻ കഴിഞ്ഞാൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഒരാളുടെ ജീവിതത്തിന്, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്,
അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പോക്കിന് ഹാനികരമായിട്ട് ഭവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ, പേഴ്സണൽ, എഡ്യൂക്കേഷണൽ, ഒക്യുപ്പേഷണൽ ലൈഫിന് ഹാനികരമായിട്ട് തീരുകയാണ് എങ്കിൽ, അതുകൊണ്ട് പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അവിടെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പാത്തോളജിക്കൽ നാർസിസം അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരിൽ നമുക്ക് വളരെയധികം എമ്പതി, അതായത് അനുകമ്പ വളരെ കുറവായിട്ടാണ് കാണാൻ സാധിക്കുക. മറ്റൊരാളുടെ വിഷമങ്ങളോ വൾണറബിൾ കാര്യങ്ങൾ പറയുന്ന സമയത്തോ ഇവർക്ക് അവരുടെ അടുത്ത് അനുകമ്പ കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആ വിഷമത്തിനോട് ഒന്നിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കില്ല. അവർക്ക് എപ്പോഴും ഒരു സെൽഫ് ഗ്രാൻഡിയോസ്മെൻറ്റ്, താൻ വലിയ സംഭവമാണ് അല്ലെങ്കിൽ താൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ഭാവം എപ്പോഴും പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റുകളോ നിങ്ങളുടെ എന്തെങ്കിലും വിജയങ്ങളോ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ കേവലവൽക്കരിച്ച് അല്ലെങ്കിൽ അതൊന്നുമല്ല, ഞാൻ ഇവിടെ ഇത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ഈ സംഭവം നേടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ട്രിവിയലൈസ് ചെയ്ത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിനെ നിരാകരിക്കുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊരു പക്ഷേ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന്, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് വരെ ഒരു പക്ഷേ നിങ്ങൾക്ക് നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് മറ്റും നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. നാർസിസ്റ്റിക് അബ്യൂസ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഇനി നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ, അതായത് വളരെ കൂടിയ അളവിൽ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളവരാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അവരിൽ വളരെ കൂടുതലായിട്ട് കാണുന്നൊരു കാര്യമാണ് അവർക്ക് ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടായിരിക്കും. അതായത് എല്ലാവരും അവരെ ശ്രദ്ധിക്കണം. ഈ അറ്റൻഷൻ സീക്കിംഗ് ഏറ്റവും പ്രധാനപരമായിട്ട് കാണുന്നൊരു ഡിസോർഡറാണ് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. വളരെ ഡ്രാമാറ്റിക് ആയിട്ട് എല്ലാവരെയും അറ്റൻഷൻ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഹിസ്റ്റോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലത്തെ വ്യത്യസ്ത കുറേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇതിലൊക്കെയും കുറച്ച് കോമൺ എലമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവയുടെ പ്രസൻറ്റേഷനും അല്ലെങ്കിൽ ഇവയുടെ അണ്ടർലൈങ് ആയിട്ടുള്ള കാരണങ്ങളും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഈ അറ്റൻഷൻ സീക്കിങ്, മറ്റുള്ള ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് ഏറ്റവും കേന്ദ്രബിന്ദുവായിട്ട് നിലനിന്നിട്ട് എല്ലാവരെയും കൺട്രോൾ ചെയ്യാനും എല്ലാവരെയും ഭരിക്കാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം ഇവരിൽ കാണാൻ സാധിക്കും. പലപ്പോഴും ഒരു സമൂഹത്തിൽ ഇവർ സംസാരിക്കുന്ന സമയത്ത്, 4-5 ആൾക്കാരുടെ ഇടയിൽ ഇവർ സംസാരിക്കുന്ന സമയത്ത് ഇവർ ഏറ്റവും ഉച്ചത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ടുള്ള വ്യത്യസ്ത ഇംപ്രസീവ് ടാക്ടിക്സുകളും മാനിപ്പുലേഷനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്തിട്ട് കൂടെ മറ്റുള്ളവരെ നിലനിർത്താനായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇവർ വളരെ സുപ്പീരിയർ ആയിട്ടാണ് ഇവരെ തന്നെ കണക്കാക്കുക. ഞാൻ വളരെ സുപ്പീരിയറാണ്, ഞാൻ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ആളാണ്, ഞാൻ ഇവിടെ വലിയ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത ആളാണ്, എൻ്റെ കൂട്ടുകാർ വലിയ ബിസിനസ്സുകാരാണ്, എനിക്ക് കൂട്ടുകാർ സിനിമയിൽ നിന്നൊക്കെയുണ്ട് എന്നൊക്കെയുള്ള ഡയലോഗുകൾ വെച്ചിട്ട് ഇവർ സ്വയം തന്നെ വലിയ ആളായിട്ട് അവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് സഹായങ്ങളും അല്ലെങ്കിൽ അവരെ കൂടെ നിർത്താനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇവർ നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ, ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഇത്തരത്തിലുള്ള പൊങ്ങച്ചങ്ങൾ ചിലപ്പോൾ വെറും തള്ളു മാത്രമായിരിക്കും. അത്തരത്തിലുള്ള തള്ളിനെ നിങ്ങളൊന്ന് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്ന് ശ്രമിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അവർക്ക് ഇത് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അവരെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അത് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അവർ പെട്ടെന്ന് തന്നെ വേദനിച്ചു പോകും. നാർസിസ്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ വേദനിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ അവരൊന്ന് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരിൽ നിന്നുള്ള പ്രതികാരവും മറ്റും നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ലഭിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം എളുപ്പത്തിൽ വേദനിച്ച് പോകുന്നവരാണ് ഈ നാർസിസ്റ്റുകൾ. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇവർ ചെറുപ്പത്തിൽ പഠിച്ചെടുത്തിട്ടുള്ള പല കോപ്പിംഗ് അപ്പ് മെക്കാനിസങ്ങളാണ് ഒരു കാരണം. അല്ലെങ്കിൽ ഇവർ ചെറുപ്പത്തിൽ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ അല്ലെങ്കിൽ അതുപോലത്തെ ദുരന്തങ്ങളും മറ്റുമായി നിന്നാണ് ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അതൊരു അൺഹെൽത്തിയർ ആയിട്ടുള്ള കോപ്പിംഗ് അപ്പ് സ്ട്രാറ്റജി ആയിരുന്നു. അവർ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് ടെൻഡൻസികൾ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് സഹായങ്ങളും കെയറും നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു. ചെറുപ്പത്തിൽ അവർക്ക് ഒരു പക്ഷേ അത് സഹായകമായി ഭവിച്ചെങ്കിലും വളർന്നു വന്നപ്പോൾ അത് അവരോടൊപ്പം തന്നെ വളർന്നു വരികയും അത് അവർക്ക് ഈ സമയത്ത് ഹാനികരമായിട്ട് ഭവിക്കുകയാണ് ചെയ്യുന്നത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അനുഭവിക്കുന്നവർക്ക് അത് ഹാനികരമായി ഇരിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഡിഫിക്കൽട്ടിയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ അടുത്ത് പെരുമാറുന്ന ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരിക. കാരണം അവർക്ക് ഒരു അസ്തിത്വമില്ലാത്ത അവരുടെ ചിന്താഗതികൾക്കും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾക്കും അവരുടെ ആശയങ്ങൾക്കും ഒന്നിനും ക്രെഡിറ്റ് കിട്ടാത്ത അല്ലെങ്കിൽ വില കിട്ടാത്ത അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാത്ത, അവരെ ലിസൺ ചെയ്യാത്ത തരത്തിലുള്ളൊരു പെരുമാറ്റമായിരിക്കും നാർസിസ്റ്റിൻ്റെ അടുത്തു നിന്നും പലപ്പോഴും ഒരു നാർസിസ്റ്റിക് അബ്യൂസ് നേരിടേണ്ടതായിട്ട് വരിക. ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്.
നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് റിലേഷൻഷിപ്പ് മുന്നോട്ട് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നീഡുകളെ, നിങ്ങൾ ഇമോഷണൽ, നിങ്ങൾക്കുണ്ടാകുന്ന ഡിഫിക്കൽട്ടികളെയൊക്കെ നിങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ അതിനെ ഒന്നും ഗവനിക്കാതെ അതിനെ വെറും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേവലവൽക്കരിച്ചുകൊണ്ടായിരിക്കും അവർ പെരുമാറുക. നിങ്ങളെ തീരെ റെസ്പെക്റ്റ് ചെയ്യാതെ നിങ്ങൾ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു കോൾ വരികയാണെങ്കിൽ ആ കാഷ്വൽ ആയിട്ടുള്ള കോളാണെങ്കിൽ പോലും അതെടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നാർസിസിസം ഉള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറുക, അവരൊപ്പം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് ആവശ്യകതയാണ്. അത് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നാർസിസ്റ്റിക് ഫീച്ചേഴ്സിനെയും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ലെവലിലുള്ള നാർസിസ്റ്റിക് ടെൻഡൻസികളെയും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന് അടുത്ത് വരെ വരുന്ന നാർസിസ്റ്റിക് സീരിയസ് ആയിട്ടുള്ള നാർസിസ്റ്റിക് ഫീച്ചേഴ്സിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണ്. നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് കൂടുതലായിട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്നും മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അവരിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള വേദനയ്ക്ക് വേണ്ടിയിട്ട് തെറാപ്പി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ടൊരു മാനസികാരോഗ്യ വിദഗ്ധനായിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. സോ ഈ നാർസിസിസം അതുപോലെ തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതാണ് പാത്തോളജിക്കലായിട്ടുള്ള നാർസിസം എന്ന് പറയുന്നത്, രോഗാവസ്ഥയിലുള്ള നാർസിസിസം. സാധാരണ നാർസിസം എല്ലാവരിലും ഉള്ളതാണ്. ഇതൊരു കണ്ടിന്യൂമാണ്. ഇവിടെ നിങ്ങൾ നാർസിസത്തിൻ്റെ ഒരു സ്കെയിലാണ് വെക്കുന്നതെങ്കിൽ ഇത് തീരെ നാർസിസം ഇല്ലാത്ത അവസ്ഥ, ഇത് വളരെ കൂടിയ നാർസിസം ഉള്ള അവസ്ഥ, വളരെ കൂടിയ നാർസിസമുള്ള അവസ്ഥയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ പാത്തോളജിക്കൽ നാർസിസം. സാധാരണ എല്ലാവരിലും നാർസിസം ഏതാണ്ട് മിഡിൽ ലെവലിനേക്കാളും കുറച്ച് താഴ്ന്ന ലെവലിൽ, അതായത് മിഡിലിനോട് അടുത്ത് നിൽക്കുന്ന ലെവലിൽ നാർസിസ്റ്റിക് ഫീച്ചേഴ്സ് കാണാവുന്നതാണ്. അത് നമ്മൾക്ക് പ്രശ്നകരമാണോ, നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നോ എന്നുള്ളത് നമ്മളാണ് സ്വയം മനസ്സിലാക്കേണ്ടത്. നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ അവരത് തുറന്ന് സംസാരിക്കുക, മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക. മാറ്റങ്ങൾ അവർ വരുത്താൻ തയ്യാറാകുന്നില്ല, നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ആ റിലേഷൻഷിപ്പ് അതിന് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറികൾ സെറ്റ് ചെയ്യുക. എന്നിട്ടും അവർ ആ ബൗണ്ടറികളെ കവച്ച് വെച്ച് നിങ്ങളെ ഗവനിക്കാതെ നിങ്ങളുടെ അടുത്ത് വീണ്ടും അനാവശ്യമായിട്ടുള്ള ഡിമാൻഡുകൾ വെക്കുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കാനും ഒരാൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിക്കേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നിങ്ങൾ സമീപിക്കണം. ഇനി ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിച്ച ഇൻഫർമേഷൻ നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് അമർത്തുക. ഇനി ഈ വീഡിയോ നിങ്ങളുടെ ഉറ്റവരിലോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും എത്തിച്ച് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളെപ്പോലെ തന്നെ വളരെ ഒട്ടനവധി ആൾക്കാർ ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് അബ്യൂസുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ ആൾക്കാരും, ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരിക്കലെങ്കിലും നാർസിസ്റ്റിക് അബ്യൂസ് ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നാർസിസ്റ്റിക് അബ്യൂസിന് മറ്റുള്ളവർക്ക് അവബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഷെയർ ചെയ്യുക. ആൾക്കാരിൽ ഇതിൻ്റെ അവബോധം വളർത്തുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.